സ്തോത്രം. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവിൻ്റെ തിരുവചനങ്ങളെ ധ്യാനിക്കാം. പ്രാർത്ഥന എങ്ങനെയാണ് ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇനി അങ്ങോട്ട് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ ആലോചന എനിക്ക് തന്നിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ പ്രാർത്ഥനയിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു വാക്യം ഞാൻ ആദ്യമായി നിങ്ങളെ മുന്നിൽ വായിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. സ്തോത്രം. ഒരു സെക്കൻഡ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും അധികാരമുള്ള കർത്താവേ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച പരിശുദ്ധനായ ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഒരു ദിവസം കൂടെ അങ്ങയുടെ പാദപീഠത്തിലിരുന്ന കർത്താവിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുവാൻ ഈ ഒരു സമയം തന്നതിനായി സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് എനിക്ക് തന്ന ആലോചനയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവേ, എൻ്റെ ആലോചനയല്ല, കർത്താവിൻ്റെ ആലോചനയാണ്. അതിൽ പൂർണ്ണമായും നിറവേറി വരുമാറാകട്ടെ. പരിശുദ്ധ കർത്താവേ, ഈ തിരുവചനങ്ങൾ കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ വളരെ അധികം പ്രയോജനമുള്ളതാക്കി തീർക്കണമേ. അവർ കൂടുതലായി കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ വിടുതൽ പ്രാപിക്കുവാനും ഇടയാകട്ടെ. പ്രാർത്ഥന ജീവിതം എന്തെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കുവാനുള്ള കഴിവ് എനിക്ക് തരണമേ. കർത്താവ് എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഇതിൻ്റെ പൂർണ്ണമായുമുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രമെല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തിയുടെ അനുഭവത്തോടു കൂടെയാണ് ഈ പ്രാർത്ഥന ജീവിതത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ആരംഭമായി ഞാൻ പറയുവാൻ പോകുന്നത്. ഈ വ്യക്തിയെ എനിക്ക് പരിചയമില്ല, എന്നാൽ ആ വ്യക്തിയിൽ കൂടെ കർത്താവ് സംസാരിക്കുന്ന വാക്കുകളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ആ വ്യക്തിയുടെ പ്രവൃത്തിയെക്കുറിച്ചും ഞാൻ ന്യായീകരിക്കുന്നില്ല. എന്നാൽ ആ വ്യക്തിയിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിച്ച ഒരു ഭാഗം എന്നെ വളരെ ആകർഷിച്ചു. ആ വ്യക്തി ഒരു ബ്രാഹ്മണനാണ്. ആ വ്യക്തിയിൽ കൂടെ ദൈവം സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പ്രാർത്ഥന വിഷയത്തിൽ കൂടെ നിങ്ങൾക്ക് പറയുവാനിരിക്കുന്നത്. മടുത്തു പോകാതെ നാം എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വളരെ സ്നേഹമുള്ള ദൈവമാണ്. വളരെ സ്നേഹമുള്ള ദൈവമാണ്. ആ ദൈവത്തെ നാം രുചിച്ചറിഞ്ഞാലേ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വിശ്വസിക്കുന്ന, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആ ക്രിസ്തുവിനെ പോലെ ഒരു സ്നേഹമുള്ള ദൈവം ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ദൈവം ഈ ഭൂമിയിലില്ല. സ്നേഹമുള്ള ദൈവം, നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കായി ഈ ഭൂമിയിൽ അയച്ച തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്ന പുത്രനായി ഈ ലോകത്തിൽ കടന്നു വന്ന ആ കർത്താവായ യേശു ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പോലെ ആരുമില്ല. ഒരു ആൾക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് അടുക്കുവാൻ സാധിക്കില്ല. ആ കർത്താവായ യേശു ക്രിസ്തു അത്രമാത്രം നമുക്ക് വേണ്ടി സ്നേഹം തന്നതെന്ന് നമുക്ക് കാൽവരി കുരിശിൽ കൂടെ ആ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പാപത്തിന് വേണ്ടി
നമ്മുടെ രോഗത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിന് വേണ്ടി സാത്താൻ്റെ പിടിയിൽ കുടുങ്ങിക്കടന്ന് നമുക്ക് സ്വന്തമായി നമ്മൾ അനുഭവിക്കേണ്ട എല്ലാം തന്നെ അവൻ നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ച്, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ച് അവൻ വശീകരിച്ചെടുത്ത സകലത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ആ ദൈവത്തെ പോലെ സ്നേഹമുള്ളവൻ ആരുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനിത് നിങ്ങൾക്കത് കേൾപ്പിക്കാം. ആ വ്യക്തി പറയുന്നതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് ഞാനത് കേൾപ്പിക്കാം. ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. കാരണം ആ വ്യക്തിയുടെ സ്വഭാവത്തെ ആരും നോക്കണ്ട. ആ വ്യക്തി ബ്രാഹ്മണനാണ്, കുറിയിട്ട് ഇരിക്കുന്ന ഒരു ബ്രാഹ്മണനാണ്. എന്നാൽ ആ വ്യക്തിയിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം കേൾക്കുവാൻ സാധിക്കും. ഒരു അനുഭവ സാക്ഷ്യത്തെയാണ് ആ വ്യക്തി സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് എത്രമാത്രം ശക്തിയുള്ളവനാണ്, അവൻ എത്രമാത്രം സ്നേഹമുള്ളവനാണെന്ന് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് നാം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെ ദൈവം സാധ്യമാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യൻ ചെയ്യത്തില്ല, മനുഷ്യനെ കൊണ്ട് കഴിയില്ല. മനുഷ്യൻ കൈവിട്ട കേസുകളെപ്പോലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ചിരിക്കുന്നു. അതായത് ഡോക്ടർമാർ കൈവിട്ട കേസുകളെപ്പോലും കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. ഡോക്ടർമാർ ഇനി വിധി എഴുതി, ഇനി ഈ ലോകത്തിൽ അവന് ആയുസ്സില്ല എന്ന് പറഞ്ഞ പലരെയും കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ തന്നെ പൈൽസ് എന്ന രോഗത്തിന് ഓപ്പറേഷൻ കൂടാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ അതേ രോഗം, അവസ്മാര രോഗം എല്ലാം എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ആ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇരിക്കുന്നത്. പല പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും ഞാനിത് പറയുകയാണ്. നമ്മുടെ കർത്താവ് സ്നേഹമുള്ളവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനുമാണ്. അവൻ്റെ സന്നിധാനത്തിൽ നാം മടുപ്പ് കൂടാതെ മുട്ടിപ്പോടെ പ്രാർത്ഥിക്കണം. അത് തന്നെയാണ് നാം ഇവിടെ വായിച്ചു കേട്ട ഭാഗത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്. ആദ്യമായി ഈ വ്യക്തിയുടെ അനുഭവ സാക്ഷ്യം കേൾക്കുക. കേട്ടതിന് ശേഷം ആ ഭാഗത്തെക്കുറിച്ച് അല്പം നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. பேப்பர்ல வந்து அமெரிக்காவில் சிகாகோல டாக்டர் மார்கன் பெரிய டாக்டரா, பெரிய விஞ்ஞானியும் கூட. அவர் தான் கேன்சருக்கு மருந்து கண்டுபிடிச்சிருந்தார். அவர் மருந்து கண்டுபிடிச்சு அதை எல்லா மேகசின்லயும் வந்து எல்லா யூனிவர்சிட்டியும் அதை அங்கீகரிச்சு அப்போ அவருக்கு ஒரு அவார்டு பாராட்டு கொடுத்து அவரை கௌரவிக்கிற அமெரிக்கா கவர்மெண்ட்ல அதுக்கு வேற அங்கேருந்து ஏதோ ரொம்ப தூரத்துல இருக்கிறதான ஏதோ ஒரு பெரிய யூனிவர்சிட்டியில அவருக்கு பாராட்டு விழா நடக்குது. அதுக்காக அவர் என்ன பண்ணினார், காலம்பரை கிளம்பினா சாயந்தரம் போயிடலாம். 6 மணிக்கு பாராட்டு விழா, காலம்பரை அவர் 7:30 மணிக்கெல்லாம் பிளைட்டு பிடிச்சு கிளம்பினாக்க 4:30 மணி 5 மணிக்கெல்லாம் போயிடலாம் அப்படின்னு நினைச்சிட்டு கிளம்பிட்டார். கிளம்பி வந்துட்டார். சிகாகோலேருந்து கிளம்பினார். மழை, இடி, பயங்கரமான மழை. அமெரிக்காவிலாம் நீங்க பேப்பர்ல பாக்குறோம் எப்படி வருதுன்னு, மழையெல்லாம் பற்றி அத்தனை புயல் காற்று உருவாயிருக்கு, சூறாவளி உருவாச்சு. பிளேனை இறக்கிவிட்டா, பக்கத்துல இருந்த ஏர்போர்ட்ல இறக்கியாச்சு. இறங்கினது 1 மணி நேரம் ஆச்சு, 2 மணி நேரம் ஆச்சு. வெயிட் பண்ணிட்டு இருக்கா ஏர்போர்ட்ல. அவரே வேற ஏர்போர்ட் மேனேஜர் போய் கேட்டார். அவர் சொன்னார், சார் இந்த வானிலை சரியானாதான் நாங்க பிளேனை இது பண்ணுவோம், அது எப்ப சரியாகும் தெரியல, பயங்கரமான காத்து, பயங்கரமான மழையா இருக்கு, என்ன பண்றதுன்னு தெரியல. அப்புறம் தான் அந்த ஊருக்கு போகணும், தான் யாருன்னு சொல்லிக்கல, சொன்னாலும் அவனுக்கு தெரியுமோ தெரியாதோ, அந்த ஊருக்கு போகணும், அவசரமா போகணும். இங்க இருந்து காரு ஒரு டாக்ஸி எடுத்துன்னு போனா எத்தனை நேரம் ஆகும்னா, ஐயோ அவ்வளவு தூரம் போனா அமெரிக்கா ரோடு நீங்க 120 கிலோமீட்டர்ஸுக்கு குறைச்சு போக முடியாது அந்த ரோட்ல. அப்படி போனாலே நீங்க 4:30 மணி நேரம் ஆகும் சார். மணி வந்து பாருங்க இப்ப 12:30 1 மணி ஆக போறது, நீங்க டாக்ஸி வேணாலும் உங்களுக்கு ஏற்பாடு பண்ணி தரட்டுமான்னா. அப்பா ரொம்ப நான் நன்றி உடையவனா இருப்பேன், ஏற்பாடு பண்ணி கொடுனா. ஏற்பாடு பண்ணி கொடுத்துட்டா. 1:15 கிளம்பி இருக்கா.
கிளம்பியாச்சு. போனா மழை வலுக்கிறது, எங்க போறோம்னு தெரியல, ரோடே தெரியல. டிரைவர் சொன்னா, சாமி இந்த மழையில இப்பவே இருட்டி போக ஆரம்பிச்சது, நான் எப்படிங்க டிரைவ் பண்ண வேண்டாம், போயிடலாம் போங்கன்னா போயிட்டே இருந்தான். எங்கேயோ ரூட்டை விட்டுட்டான், எங்கேயோ திரும்பினாக்க பார்த்தார் அவன் மணியை பார்த்தால் மணி 5:30. அப்பா இனிமே போய் பிரயோஜனம் இல்ல, நம்மளும் வேகமாகவும் போக முடியல, ஸ்பீடும் இல்ல. அதனால திரும்பினதும் எங்கேயான வழக்கு வெளிச்சம் தெரியறதா பாருன்னா, தெரிஞ்சா இங்க ஒரு வீட்டுல தெரியறதுன்னா, சரி நிறுத்தினாக்கா அந்த காம்பவுண்ட் கேட்டை திறந்து, அப்புறம் அந்த சுத்தி காம்பவுண்ட் போட்டிருக்கான் கார்டன், அதை தாண்டிட்டு உள்ள போனா கதவு சாத்தி இருந்தது. தட்டினா அங்க இருந்து ஒரு 35-40 வயசு மதிக்கத்தக்க லேடி வந்தா, கதவை திறந்தா, அப்படியே நனைஞ்சுட்டு இருக்கா. டிரைவரும் நனைச்சுட்டு இருக்கான். டிரைவர், சார் நான் வண்டியெல்லாம் சரி பண்ணிட்டு ஓரமா நிறுத்திட்டு வரேன், நீங்க உள்ள போங்கன்னா. இவன் உள்ள போனா, எல்லா பேக் எல்லாம் அங்க ஒதிலேயே வச்சுட்டா. உள்ள போனா, ஷூவை அவுத்துட்டு உள்ள போனா. அப்புறம் அந்த அம்மா சொன்னா, டவல் தரேன், ரொம்ப நனைஞ்சிருக்கையும் தொடச்சுண்டா. நீங்க ட்ரெஸ் ஏதான் தட்டுமாங்க? அம்மா அதெல்லாம் ஒண்ணும் வேண்டாம், தானே காஞ்சிடும் அப்படின்னு சொன்னா. அங்க உட்காந்தா, கொஞ்சம் சூடா டீ தட்டுமா, கொடுங்க. எனக்கு இப்ப கொடுத்தா தேவையில்லை, நான் ரொம்ப டென்ஷனா வேற இருக்கேன். டீ கொடுத்தா. கொஞ்சம் பிரெட் இல்ல பிஸ்கட் தட்டுமா, கொடுமா, சாப்பிடுறேன். இதுக்குள்ள மணி 6:15. இவருக்கு தீர்மானம் பண்ணிட்டா நம்ம அங்க போறது இல்லைன்னு உட்கார்ந்து இருந்தா. அந்த அம்மா சொன்னா, நீங்க இங்கே ரெஸ்ட் எடுத்துங்க, நைட்டு மழையெல்லாம் விடட்டும், நாளைக்கு போகலாம். நான் டிரைவர்த்தையும் சொல்றேன், நைட்டு உங்களுக்கு டின்னருக்கு நான் ஏதானே ஏற்பாடு பண்றேன், லைட்டா ஏதாவது டின்னருக்கு ஏற்பாடு பண்றேன். எனக்கு இப்ப இது பிரேயர் டைம், நான் பிரார்த்தனை பண்ணணும். ஒரு 1/2 மணி 3/4 மணி எனக்காக நீங்க இங்கேயே இருங்கோ, நான் பிரார்த்தனை பண்ணிட்டு வரேன். சரிம்மா பிரார்த்தனை பண்ணேன். உட்காந்து தியானத்துல உட்காந்து பிரார்த்தனை பண்ணிட்டு, இவர் கடவுள் பற்றி உடையவர்னு இல்ல, இவர் எத்தியிஸ்டும் இல்ல, இவர் தியிஸ்டும் இல்ல, இவர் அதுக்காக அக்னாஸ்டிக்கும் இல்ல. இவருக்கு ஏதோ இவர் காரியத்தை இவர் பார்த்துருக்கா, கண்டுபிடிச்சிருக்கார். இவர் என்ன பண்ண, கொஞ்ச நேரம் கழிச்சு இந்த அம்மா என்ன பண்றா, பிரார்த்தனை பண்றாங்கிறால என்ன பண்றா பாப்போம்னா, கண்ணை மூடின்னு அந்த அம்மா உட்கார்ந்து இருக்கா. அங்க பார்த்தா எழுத்தாப்புல ஒரு கட்டில், அந்த கட்டில யாரோ பார்த்தா ஒரு பையன் படுத்துட்டு இருக்கான். அந்த பையனுக்கு 16-18 வயசு இருக்கும் போல் இருக்கு. நோஞ்சானா இருக்கான், எலும்புந்தோலுமா இருக்கான், பூர்வ போத்தி இருக்கு. ஹான்னு மூச்சு இழுத்துட்டு இருக்கான். அப்புறம் இவரும் கொஞ்ச நேரம் அங்கேயே இருந்தார். அப்புறம் இவருக்கும் உட்காந்து பிரார்த்தனை பண்ணும் போல இருந்தது. கீழே உட்காந்துட்டா, அந்த அம்மாவுக்கு கொஞ்சம் தள்ளி கட்டிலுக்கு பக்கத்துல கண்ண மூடின்னு உட்கார்ந்து இருந்தா. மணி 7:15 7:30 ஆச்சு. அந்த அம்மா தியானத்துல இருந்து எழுந்துட்டு உங்களுக்கு ஏதாவது டின்னர் பண்ணட்டுமான்னா, அதெல்லாம் அப்புறம் பண்ணலாம், முதல்ல இது யாரு, ஏன் இப்படி உடம்பு சரியில்லாம படுத்துட்டு இருக்கான்னு. என்னோட பையன். அப்படியா, அவனுக்கு என்ன வியாதி? கேன்சர். ஏன் வைத்தியம் பார்க்கலையா? பார்த்தோம், எல்லா டாக்டர்ட்டையும் காமிச்சோம், இதுக்கெல்லாம் ஒருத்தரும் தீர்க்க முடியாது. இத தீர்க்கிறதுக்கு ஒருத்தர் தான் இருக்கா. அவர் பேரு டாக்டர் மார்கன்னு பேரு. அவர் சிகாகோல இருக்கார். அவர் தான் இதை பண்ண முடியும். ஆனா அவருக்கு எப்படி போறது, அவருக்கு ஃபீஸ் நிறைய கொடுக்கணும், அவர் என்ன மருந்து கொடுப்பான்னு தெரியாது அப்படின்னு எல்லாம் எல்லாரும் சொன்னா, எனக்கு அதுக்கு வசதியும் இல்லை, எனக்கு சிகாகோ எங்க இருக்குன்னு தெரியாது, நான் என்ன பண்ண முடியும்? நான் என் தெய்வத்துக்கிட்ட தான் பிரார்த்தனை பண்ணிட்டு இருக்கேன். எத்தனை வருஷமாமா பிரார்த்தனை பண்றேன்? 5 வருஷமா மருந்தே நிறுத்திட்டேன். என் பையனை காப்பாத்தணும், உங்ககிட்ட ஒப்படைச்சாச்சு, உன் பொறுப்பு ஜீசஸ் கிட்ட ஒப்படைச்சிட்டேன், என் சுமையெல்லாம் உங்ககிட்ட இறக்கிட்டேன், நீ காப்பாற்றும் அப்படின்னு பிரார்த்தனை பண்ணிட்டு இருக்கேன்னா அழுதுட்டார் இவர். பத்தியா, இவளுடைய பிரார்த்தனை எங்கோ இருந்த அந்த மார்க்கன் டாக்டரை எங்கேயோ பயணம் பண்ண வச்சு எங்கேயோ இறக்கி இவர் வீட்டுக்கு கொண்டு வந்ததே சார். இதை விட என்ன பிரத்யட்சமான பிரமாணம் நமக்கு வேணும்? அந்த தெய்வம் இருக்கு, நம்முடைய பிரார்த்தனை அது கேட்கறது, அது நடத்தி வைக்கிறதுனாக்க இது ஏதோ அன்னைக்கு புராண காலத்து கதை இல்லை. இப்ப இந்த நூற்றாண்டுல இப்போ 5 வருஷத்துக்குள்ள 3 வருஷத்துக்கு முன்னாடி நடந்தது.
பெரியவா சொல்றா, அதுக்காகத்தான் நம்ம பகவானை பிரார்த்தனை பண்ணுவோம். அதனாலதான் நம்ம பெரியவா எல்லாம் இதுக்கு சம்புன்னு பேர் வச்சிருக்கா அவருக்கு. ஏன் தெரியுமா? சம்ன சுகம், யகா சுகம் ததாதி இதி சம்புஹு. எவர் தன்னை அண்டியவர்களுக்கு சுகத்தை கொடுப்பானோ அவன்தான் சம்பு. ஆகையினால நாம் மனசாந்தியா பரம பக்தியோடு கூட யார்கிட்ட போய் பிரார்த்தனை பண்ண முடியும்? இல்ல யார்கிட்டயான என் பையனுக்கு வைத்தியம் பண்ணணும், பணம் கொடுன்னு கேட்டா கிண்டல் பண்ணுவான். அதுக்கு ஆயுசு இருந்தா பொழைச்சுக்கிறான், இல்லைன்னா விட்டுடும்பா. அந்த டாக்டர் என்ன பண்ணினாரு தெரியுமோ? கண்ணும் கண்ணீருமா, அம்மா நான் இந்த மாதிரி பிரார்த்தனை பண்ணது தியானம் பண்ணதெல்லாம் கிடையாது, இன்னைக்கு தான் நான் அதனுடைய பெருமையை உணர்ந்தேன் அப்படின்னு அங்கேயே அவர் நமஸ்காரம் பண்ணிவிட்டு உடனே ராத்திரி மழை விட்டுடுத்து அங்கேயே தங்கிட்டு காலம்புற போன் பண்ணி அடுத்த பிளைட்ல அந்த பையனுக்கு, அந்த அம்மாக்கு, இவருக்கு எல்லாருக்கும் டிக்கெட் ரிசர்வ் பண்ணி அழைச்சிட்டு போய் தன்னோட கிளினிக்ல 3 மாசம் வச்சிருந்து ட்ரீட்மெண்ட் பண்ணி ராஜோபச்சாரம் பண்ணினா தான் நடக்குமா? யாருக்கானும்? உங்கள்கிட்ட கோடி ரூபாய் இருந்தா கூட நடக்காது. அந்த தெய்வம் எங்கேயோ இருந்த மார்கனை தட்டி இங்க கொண்டு வந்தது இல்லையா? സ്തോത്രം. അപ്പോൾ ഇത് കേട്ടു. തമിഴ് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ വീണ്ടും അതിൽ കൂടെ ഒരല്പം കൂടെ നിങ്ങൾക്കത് ഞാൻ തമിഴ് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ആ വ്യക്തി പറഞ്ഞ് നിർത്തിയ അവസാന ഭാഗത്ത് നാം കേട്ടു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ ആ ക്യാൻസർ രോഗം ബാധിച്ച ആ മകനെ ആ അമ്മ സമർപ്പിച്ചു. ലോകത്തിലുള്ള സകല വൈദ്യന്മാരും ട്രീറ്റ്മെൻറ്റ് ചെയ്തു, രോഗം സൗഖ്യമായില്ല, ഉള്ള പൈസകളെല്ലാം ഒരുപാട് നഷ്ടമായി, ഇനി ഞാൻ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന തുടങ്ങി. വർഷങ്ങളായി, 2-3 വർഷം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പ്രാർത്ഥന എന്ന് പറയുന്നത് ആ തള്ള, അതായത് ആ മകൾ ഉപേക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ നിർത്തിയില്ല. എന്തു തന്നെയായാലും കർത്താവായ യേശു ക്രിസ്തു ഉത്തരം തരും എന്നുള്ളതാണ് വിശ്വാസം. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല, നാളെ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല, മറ്റന്നാൾ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഓരോ ദിവസം പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കർത്താവിനെ വിട്ട് വേറൊരിടത്തേക്ക് പോകാതെ ഉത്തരം തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള പ്രത്യാശയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ അവൻ്റെ സന്നിധാനത്തിലിരുന്ന് മുട്ടിപ്പോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇവിടെ നാം കാണുവാൻ സാധിച്ചത് ആ വ്യക്തി പറഞ്ഞ അനുഭവ സാക്ഷ്യത്തിൽ. എന്താണ് ആ ഡോക്ടർ, സിക്കാഗോയിലുള്ള ആ ഡോക്ടർ, ഈ ക്യാൻസർ എന്ന രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ച ആ ഡോക്ടറിന് മാത്രമേ ഈ രോഗിയെ സൗഖ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മളെ ഉള്ളിലേക്ക് ചിന്ത വരും, യേശു ക്രിസ്തു എന്തുകൊണ്ട് അവിടെ സൗഖ്യമാക്കിയില്ല, ഡോക്ടറിനെ എന്തിനു കൊണ്ടുവന്നു എന്ന്. ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നാം മനസ്സിലാക്കണം. ദൈവം അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണെന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ വ്യക്തിയെ, ആ ഡോക്ടറിനെ, അതായത് ആ മരുന്ന് കണ്ടുപിടിച്ച ആ ഡോക്ടറിനെ ഈ രോഗി കിടക്കുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ അമ്മയുടെ പ്രാർത്ഥന ബലപ്പെട്ടു എന്നാണ് നാം കാണുവാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന എവിടെയോ ഇരുന്ന ഒരു ഡോക്ടറെ അവിടേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ബലമുള്ളതായി തീർന്നുവെങ്കിൽ ആ തള്ളയുടെ പ്രാർത്ഥന എത്രമാത്രം വിശ്വാസമുള്ളതായിരുന്നിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു എത്രമാത്രം അവ തള്ളയുടെ പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. മരുന്ന് കണ്ടുപിടിച്ച അതേ ഡോക്ടർ ഇവിടെ വന്ന് ഈ രോഗിയെ കൊണ്ടുപോയി ചികിത്സിച്ച് സൗഖ്യമാക്കി. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് വിശ്വാസമെന്ന് പറയുന്നത്, വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. കർത്താവിൽ കൂടെ നാം വിശ്വസിച്ച്, ഞാൻ കഴിഞ്ഞ സുവിശേഷത്തിൽ ഞാൻ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി. വിശ്വാസം ഇല്ലാതെ മനുഷ്യൻ പല വഴിക്ക് പോയി അപകടത്തിലേക്കും
കെണിയിലേക്കും അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്. അവൻ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പോകുന്നത്. വിശ്വസിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഓരോ കാര്യങ്ങൾ നാം പ്രാർത്ഥിച്ചാൽ ദൈവം ആ വിശ്വാസത്തെ മാനിച്ച് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം തരും എന്ന് നമുക്ക് പൂർണ്ണ ഉറപ്പ് വേണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രമാത്രം സ്നേഹമുള്ളവനാണെന്ന് നാം മനസ്സിലാക്കണം. അത്രമാത്രം അതായത് സത്യമാനാണെന്ന് ഞാൻ മനസ്സിലാക്കണം. കർത്താവിനെ പോലെ മറ്റൊരു കർത്താവ് ഈ ഭൂമിയിലില്ല. യേശു ക്രിസ്തുവിനെ പോലെ മറ്റൊരു നാമം ഈ ഭൂമിയിലില്ല. അതാണ് കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി. ആകാശത്തിന് കീഴെയും ഭൂമിക്ക് മീതെ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമം ഇല്ല. യേശു ക്രിസ്തു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമം ഇല്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം അതാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതം അതാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ കൈവിട്ടു മാറി, ശരി, പിന്നെ നമ്മുടെ വഴിയിലേക്ക് തിരിയുന്നു. അതല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് മുട്ടിപ്പോടെ പ്രാർത്ഥിക്കുക. അതാണ് നമ്മളിവിടെ ആദ്യം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൽ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ തിരുവചനങ്ങൾ നിങ്ങൾ ഭവനത്തിലിരുന്ന് എടുത്ത് ധ്യാനിച്ചു നോക്കുക. അവിടെ ഒരു ധനവാനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു പറയുന്ന ഉപമയാണ്, കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഉപമ എന്ന് നാം വിശ്വസിക്കുന്ന തിരുവചനത്തിൽ തന്നിരിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യം കൂടെയാണിത്. നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പട്ടണത്തിൽ ഒരു വിധവ ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലാതിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ആ അനീതിയുള്ള ന്യായാധിപൻ ആ വിധവയ്ക്ക് അവളുടെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി അവളെ അവരിൽ നിന്ന്, ആ പ്രതിയോഗിയിൽ നിന്ന് രക്ഷിക്കും എന്ന് അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ ചിന്തിച്ചു. അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അടുത്ത്, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയമുള്ളവരെ, മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും മനസ്സിൽ കുറിച്ചിടേണ്ട കാര്യം. എന്ത് തന്നെയായാലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് വിശ്വാസത്തിലാണ് ഓരോ കാര്യങ്ങൾ ലഭിക്കുക. വിശ്വാസം തെറ്റി നമ്മളെ ഹൃദയങ്ങൾ സഞ്ചലപ്പെട്ട് നമ്മളെ ഹൃദയങ്ങളെ ഒരാൾക്ക് നാം കൊടുക്കുവാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ പോകുന്നത്. നാം ഓരോരുത്തരും ചിന്തിച്ച് നോക്കേണ്ട ആ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ, നമ്മളെ പ്രാർത്ഥന ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ നാം എപ്പോഴും കരുതലോടെ ഇരിക്കണം, വിശ്വാസത്തോടുകൂടെ ഇരിക്കണം. നമ്മൾ ഒരു കാര്യം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അവതരിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവിടെ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനം ഉത്തരം കിട്ടാതെ വന്നാൽ ഈ അനീതിയുള്ള ന്യായാധിപൻ ഉള്ളിൽ ചിന്തിച്ചെങ്കിൽ നമ്മുടെ ദൈവം എത്രമാത്രം വലിയവനാണ്, അവൻ എത്രമാത്രം ചിന്തിക്കില്ല. രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ മക്കൾക്ക് അവൻ നൽകാതിരിക്കുമോ? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ മക്കൾക്ക് അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുമോ? അവരുടെ ആവശ്യങ്ങളെ അവൻ നടത്തി കൊടുക്കാതിരിക്കുമോ?
അതുകൊണ്ടാണ് കർത്താവ് മുഖവരിയായി തന്നെ പറഞ്ഞിരിക്കുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്. മടുത്തു പോകരുത്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുത്തു പോകരുത് പ്രിയമുള്ളവരെ. നാം എല്ലാവരും, ഞാനടക്കം, ഈ ലോകത്തുള്ള സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ക്രിസ്തുവിനോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരിക്കലും മടുത്തു പോകരുത്. നമ്മളെ മനസ്സിൽ ആ സംശയം ഉണ്ടാവരുത്. നമ്മൾ ആ മനസ്സിൽ നിന്ന് പകുതി എടുത്ത് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊടുക്കാൻ ഒരിക്കലും തീരുമാനിക്കരുത്. നമുക്ക് ആ വിശ്വാസം വേണം. വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ മുട്ടിപ്പോടെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദൈവം ഉത്തരം തരും എന്നുള്ള പ്രത്യാശ വേണം, വിശ്വാസം വേണം. അതാണ് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ. അത് തന്നെയാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടതും. ആ ബ്രാഹ്മണൻ പറഞ്ഞ സാക്ഷ്യം, ആ സ്ത്രീ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. മടുത്തു പോകാതെ, ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് ഉത്തരം കിട്ടുമെന്നുള്ള വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ആ കർത്താവ് എവിടെയോ ഇരുന്ന ഡോക്ടറിനെ, മരുന്ന് കണ്ടുപിടിച്ച അതേ ഡോക്ടറിനെ അവളെ ഭവനത്തിൽ കൊണ്ടുവന്ന് ആ മകനെ കൊണ്ടുപോയി ശിക്ഷിച്ച് സൗഖ്യമാക്കി. കാരണം ആ ഡോക്ടറിന് അത്രമാത്രം ഫീസ് വലുതാണ്. ഇവൾ എത്ര തന്നെ കോടി ചിലവാക്കിയാലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഈ സ്ത്രീക്ക് കഴിയത്തില്ല. എന്നാൽ ദൈവത്തെ കൊണ്ട് കഴിയും. എവിടെ ഇരിക്കുന്ന ഡോക്ടറിനെയും കൊണ്ടുവന്ന് നിൻ്റെ മുന്നിൽ നിർത്തുവാൻ ദൈവത്തിനെ കൊണ്ട് കഴിയും. പല പല ഉപമകൾ ഇതിലുണ്ട്. ഏലിയാവിന് കാക്കയിൽ കൂടെ ഭക്ഷണം കൊണ്ടു കൊടുത്തു. ദൈവത്തിനെ കൊണ്ട് കഴിയും കാക്കയിൽ കൂടെ ഭക്ഷണം കൊണ്ട് കൊടുക്കുവാൻ. ദൂതൻ ഭക്ഷണം കൊണ്ട് കൊടുത്തു എന്ന് കേൾക്കുവാൻ സാധിക്കും തിരുവചനങ്ങളിൽ. പല പല ഉപമകൾ ഈ തിരുവചനത്തിലുണ്ട് പ്രിയമുള്ളവരെ. വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. മടുത്തു പോകരുതൊരിക്കലും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകരുത്. എവിടെ ഇരുന്ന് ആരായാലും ശരി പ്രിയമുള്ള സൗകര്യങ്ങളെ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ പ്രാർത്ഥനയിൽ മടുപ്പ് വരരുത്. നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് വന്നാൽ പോയി, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. വിശ്വാസം നഷ്ടപ്പെടാതെ നാം ഓരോരുത്തരും പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും പ്രിയമുള്ളവരെ. സ്തോത്രം. ഇനി മുമ്പോട്ട് ഈ പ്രാർത്ഥന ജീവിതത്തിൽ ദൈവം എവിടെയെല്ലാം എങ്ങനെയെല്ലാം പ്രവർത്തിച്ചെന്നുള്ള കാര്യങ്ങളെ നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. തീർച്ചയായും നിങ്ങൾ ഈ സുവിശേഷ ഭാഗങ്ങളെ നിങ്ങൾ അത് നിങ്ങൾ വാച്ച് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വ്യക്തമായി എല്ലാം പറഞ്ഞു തരും. കുറേച്ച നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടോളുക. അടുത്ത ഭാഗത്തിലും ഞാൻ ഈ പ്രാർത്ഥന വിഷയത്തെക്കുറിച്ച് തന്നെയായിരിക്കും പറഞ്ഞു തരിക. നിങ്ങൾ അടുത്ത ഇതിലായാലും എപ്പോഴായാലും നിങ്ങൾക്ക് ആ പ്രാർത്ഥന വിഷയത്തെക്കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചുകൊള്ളുക. ആദ്യമായി ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ആദ്യമായി കാണുന്നതാണെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വയ്ക്കുക. എപ്പോൾ ഈ സുവിശേഷം ഞാനിവിടെ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവ് വ്യക്തമായി അത് പറഞ്ഞു തരുവാൻ മതിയായവനാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവിൽ തന്നെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളോടുകൂടെ ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ ഒരു സെക്കൻഡ് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ സന്നിധാനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടെ, കർത്താവിൻ്റെ തിരുവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പിതാവേ, സ്തോത്രം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, ഈ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഇന്ന് ജനങ്ങളോട് നീ സംസാരിച്ചല്ലോ പിതാവേ. ഇതേപോലെ പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഇതാ മുന്നിൽ ഇരിക്കുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കണം കർത്താവേ. ഓരോരോ ആവശ്യങ്ങളുമായിട്ടാണ് അവർ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളെല്ലാം
ഭംഗിയായി നിറവേറ്റി കൊടുക്കണമേ. വിശ്വാസത്തോടും ഭക്തിയോടും നിലകൊള്ളുവാൻ സഹായിക്കണമേ. എന്ത് തന്നെ വന്നാലും, ഏത് സാഹചര്യം വന്നാലും കർത്താവിനെ വിട്ട് വിലക്കി പോകുവാനിടയാകരുതേ. കർത്താവിൽ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ വിശ്വാസത്തോടുകൂടെ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്നവരായി മക്കളായി തീരണം. അവരെ വിശ്വാസത്തിൽ വളർത്തണം. വിശ്വാസത്തിൽ അവർ ഉയരണം. വിശ്വാസത്തിൽ അവൾ ഉറച്ചു നിൽക്കണം. ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുപോയാലും അവർ ഉറച്ചു നിൽക്കണം. അവർ പതറരുത്. ദൈവത്തിൻ്റെ ശക്തി അവരോടുകൂടെ ഉണ്ടായിരിക്കണം. ഈ തിരുവചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. അവരെല്ലാവരും പ്രാർത്ഥനയിൽ ബലപ്പെട്ട് നിൽക്കണം. ശത്രുവായ സാത്താനെ എതിർത്ത് നിൽക്കണം. സാത്താൻ്റെ എല്ലാ കുടല തന്ത്രങ്ങളെയും ജയിക്കണം. അതിനുള്ള കൃപ ഈ ജനങ്ങൾക്ക് കർത്താവ് നൽകണമെന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെല്ലാവരെങ്കിലും രോഗികളാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അവരോടുകൂടെ ഉണ്ടായിരിക്കണം. അവരെ സൗഖ്യമാക്കണമെന്ന് ഈ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രമെല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ ഭവനങ്ങളിൽ ആരെങ്കിലും രോഗികളാണോ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ വിശ്വാസത്തോടുകൂടെ അവരുടെ രോഗമുള്ള ആ ശരീരത്തിൽ കൈവച്ച് നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ അവരുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ദൈവം വലിയ അത്ഭുതങ്ങളെ അവിടെ ചെയ്യും. സ്തോത്രം. ഇനിയും മുമ്പോട്ട് പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് അറിയുവാൻ തക്കവണ്ണം നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. സ്തോത്രം. ഈ തിരുവചനങ്ങൾ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.